ശപിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അമർത്യതയുടെ ഒരു ബുച്ചർ തന്നെയാണ് റൈസ് ആയത്. രക്തത്തിൽ കുളിച്ച് ജാഷിന്റെ കോപത്താൽ ബന്ധിതനായി നിൽക്കുന്ന ഇവൻ അക്കാട്സുക്കിയുടെ നിരന്തരമായ ആരാച്ചാർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ രക്തം വാർന്നു വീഴുവാൻ കഴിയുകയില്ല. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിന് മരണമേ ഇല്ല. രക്തം കുടിക്കുന്ന അരിവാളും ജീവിതം അവസാനിപ്പിക്കുന്ന ശാപവുമായി അനശ്വരനായ ഒരു രാക്ഷസ പുരോഹിതനായി യുദ്ധക്കളത്തിൽ നടക്കുന്ന വീരനാണിവൻ. വേദനയെ പ്രാർത്ഥനയായും മരണത്തെ ഭക്തിയായും മാറ്റുന്ന ഒരു മനുഷ്യൻ, നാശത്തിന്റെ അശുദ്ധ ശിഷ്യനായ ജാഷിന്റെ പ്രവാചകൻ. നിങ്ങളുടെ വേദന അവന്റെ തിരുവെഴുത്താണ്, നിങ്ങളുടെ രക്തം അവന്റെ വഴിപാടാണ്. രക്തവൃത്തത്തിൽ നൃത്തം ചെയ്യുന്ന, സംഹാരത്തെ ആരാധിക്കുന്ന അരാജകത്വത്തിന്റെ അവതാരമായി മാറിയവൻ, നാശത്തിന്റെ അരിവാളിൽ കുമ്പിട്ട് വിശ്വാസത്തെ അസ്ഥിയും മാംസവുമായി കുത്തിയെടുത്ത സംഹാരത്തിന്റെ രക്തത്തിൽ വരച്ച അപ്പോസ്തോലൻ, ദ വൺ ആൻഡ് ഓൺലി ഹിഡാൻ ഓഫ് അക്കാട്സുക്കി. ഓക്കെ ഫൈൻ, ഇന്ന് നമ്മൾ അക്കാട്സുക്കിയിലെ വൺ ഓഫ് ദി മെയിൻ മെമ്പേഴ്സ് ആയിട്ടിരുന്ന ഹിഡാന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അനാലിസിസ് വീഡിയോ ആണ്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും ഹിസ്റ്ററിയും റിലീജിയനും ഐഡിയോളജിയും പവേഴ്സും ജുറ്റ്സുവും പേഴ്സണാലിറ്റിയും ഇമ്മോർട്ടാലിറ്റി മെക്കാനിസവും എന്തായിരുന്നു അദ്ദേഹത്തിന്റെ റോൾ ഇൻ അക്കാട്സുക്കിയും അദ്ദേഹത്തിന്റെ വലിയ ബാറ്റിൽസും ഡെത്തും ലെഗസിയും ഹിഡൻ സിംബോളിസവും എയ്ച്ച് ആൻഡ് എവരി മൈന്യൂട്ട് ഡീറ്റെയിൽ നമുക്ക് അറിയാവുന്നത് നമ്മൾ പറയുന്നതായിരിക്കും. സോ കൂടുതലൊന്നും പറയുന്നില്ല, ആദ്യം തന്നെ ആരാണ് ഈ ഹിഡാൻ? ഒരു ക്വിക്ക് ഓവർവ്യൂയിലൂടെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഹിഡാൻ എന്ന് പറയുന്നത് ഒരു റോഗ് നിഞ്ചയാണ്. റോഗ് നിഞ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. യെസ്, നല്ല പക്ഷത്ത് ധാർമ്മിക പക്ഷത്തിൽ നിന്നെതിരായി സ്വന്തം രാജ്യത്തിന് തന്നെ തിരിഞ്ഞ ഒരാളാണ് ഈ റോഗ് നിഞ്ച. ഈ റോഗ് നിഞ്ച ഗണത്തിൽപ്പെടുന്നവരാണല്ലോ അക്കാട്സുക്കിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവരാണല്ലോ അക്കാട്സുക്കിയിൽ വരുന്നത്. അത്തരത്തിലൊരു റോഗ് നിഞ്ചയാണ് ഹിഡ. ഇദ്ദേഹത്തിന്റെ വില്ലേജ് എന്ന് പറയുന്നത് വില്ലേജ് ഹിഡൻ ഇൻ ഹോട്ട് സ്പ്രിങ്സ് അല്ലെങ്കിൽ യുഗാക്കുറെ എന്ന് പറയുന്ന വില്ലേജാണ്. ഒറ്റ വാക്കിൽ ഇദ്ദേഹത്തിന് ഇമ്മോർട്ടൽ ആയിട്ടും റിലീജിയസിന്റെ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടും വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ക്ലോസ് കോമ്പാക്ട് ഫൈറ്റേഴ്സ് ഇൻ അക്കാട്സുക്കി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ അക്കാട്സുക്കിയിൽ കക്കൂസു എന്ന് പറയുന്ന നമ്മുടെ അക്കാട്സുക്കി മെമ്പർ ആയിട്ടാണ് ഇദ്ദേഹം പേർ ചെയ്തിരുന്നത്. ഇദ്ദേഹം തന്നെയാണ് ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ആയത് ആര്? നമ്മുടെ സെൻസെ ആയിട്ടുള്ള അസുമോ സറുട്ടോബയുടെ മരണത്തിന്. സോ ദ ഓൺലി അക്കാട്സുക്കി മെമ്പർ ഹു നെവർ ടെക്നിക്കലി ഡൈഡ് എന്ന് പറഞ്ഞ ഒരു ഓവർവ്യൂ നമുക്ക് ഈ ഹിഡാന് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഹിഡാന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ദ ഡാർക്ക് ട്രൂത്ത് ഓഫ് ഹിസ് ഒറിജിൻ എന്ന് നോക്കാം. ഹിഡാൻ എന്ന് പറയുന്നത് യാഗുക്കുറെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്, അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിംഗ് വില്ലേജിൽ നിന്നാണല്ലോ വരുന്നത്. ഇതൊരു പീസ്ഫുൾ വില്ലേജ് ആയിരുന്നു. ടൂറിസവും റിലാക്സേഷനും ആയിരുന്നു ഇവിടുത്തെ മെയിൻ വരുമാനം, അല്ലെങ്കിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. ഇവിടെ വാറെന്ന് പറയുന്നതേ ഇല്ല. ബട്ട് ഹിഡാന് ഈ ഒരു കോൺസെപ്റ്റിന് ഇഷ്ടമല്ലായിരുന്നു, ഈ സോഫ്റ്റ് ലൈഫ് സ്റ്റൈൽ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഹിഡാന് യാഗുക്കുറേനെ ഒരു വീക്ക് ആൻഡ് പതറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് കണ്ടത്. സോ അവന് വേണ്ടത് എന്തായിരുന്നു? പർപ്പസ് വേണം, ഒരു പവർ വേണം, ഒരു വാരിയർ ലൈഫ് വേണം. അതുകൊണ്ട് ഇവൻ കൾട്ട് ഓഫ് ജാഷ് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണ്. ഈ കൾട്ട് ഓഫ് ജാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് സാക്രിഫൈസും അബ്സല്യൂട്ട് ഡിവോഷനും ഡെത്ത് ഡിവൈൻ ബ്ലെസ്സിങ് ആണെന്ന് കൂടി ആരാധിച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. ഇതിൽ പാപം കൊല്ലുന്നതല്ല. സോ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ജാഷനിസ്റ്റ് ബിലീവ് ചെയ്തിരുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഹിഡാനും കൂടെ ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഹിഡാൻ അവിടുത്തെ എൻറ്റയർ വില്ലേജിനെ റിച്വലിൻ്റെ പേരും പറഞ്ഞിട്ട് മാസ്കറ ചെയ്യുകയാണ്, കൊല്ലുകയാണ്. അങ്ങനെ ഒരു ഇമ്മോർട്ടൽ ഡിവോട്ടി ആയിട്ട് ഒരു സ്വയം പ്രഖ്യാപിത അപ്പോസ്തോലനായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിമ്പിൾ ഫോർഹെഡിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രൊട്ടക്ടർ സിമ്പിൾ സ്ക്രാച്ച് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ വില്ലേജിനെ തന്നെ റിജക്റ്റ് ചെയ്തു. ഈ ഒരു ടൈമിനാണ് ഹിഡാൻ്റെ അക്കാട്സുക്കിയിലേക്കുള്ള ഒരു എൻട്രി. ഇത്രയും വലിയൊരു മസ്കാരം നേരിട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഹിഡാനെ എല്ലാവരും വിളിക്കാൻ തുടങ്ങിയത് ദ ഹോളി കില്ലർ എന്നാണ്. മനസ്സിലായി കാണുമല്ലോ. സോ ഇതുകൊണ്ട് നമ്മുടെ പെയിൻ ഇത്രയും ഫെയിം ആയിട്ടുള്ള റോഗ് നിഞ്ചനെ റിക്രൂട്ട് ചെയ്യുകയാണ്. മെയിൻ റീസൺസ് എന്ന് പറയുന്നത് പവർഫുൾ ടാർഗറ്റ്സിനെ ഹിഡാനെ കൊല്ലുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഇമ്മോർട്ടാലിറ്റി ഹൈ റിസ്ക് അസൈൻമെൻറ്റ്സ് പെയിനിന് കൊടുക്കുവാൻ പ്രതാപ്തനാക്കും. അതേപോലെ തന്നെ അക്കാട്സുക്കിക്ക് അപ്പോൾ ഒരു സ്ട്രോങ് മസിലും വേണമായിരുന്നു. അദ്ദേഹത്തിന് പേർ ചെയ്തിരുന്നത് കാഗുസു ആയിട്ടാണ്. കാരണം കാഗുസു എന്ന് പറയുന്നത് ഇവരുടെ പേരിനെ എല്ലാം കൊന്നുകൊണ്ടിരുന്ന ഒരാളാണ് ഈ കാഗുസു. സോ ഇവൻ ഇമ്മോർട്ടൽ ആയതുകൊണ്ട് തന്നെ ഇവനെ കൊല്ലുകയില്ലല്ലോ. അങ്ങനെ അവൻ അക്കാട്സുക്കിയിൽ ജോയിൻ ചെയ്തു. സോ പേഴ്സണാലിറ്റി അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ എടുത്തിട്ടിട്ടുണ്ട്. ഹിഡാൻ എന്ന് പറയുന്ന ലൗഡാണ്, ബ്രൂട്ടലാണ്, സാഡിസ്റ്റിക് ആണ്, അറഗൻ്റ് ആണ്,
പിന്നെ റിലീജിയസ് ആണ് നല്ല രീതിയിൽ. പിന്നെ പെട്ടെന്ന് അദ്ദേഹം ഇറിറ്റേറ്റഡ് ആവും. ഇമ്മച്യൂർ ആണ്, ആർഗ്യുമെന്റേറ്റീവ് ആണ്, റിച്വലിസ്റ്റിക് ആണ്, ആചാരത്വം ഭയങ്കരമാണ്. പിന്നെ ഓൺലി ലോയൽ ടു ജാഷിൻ എന്ന് ഞാൻ പറയുള്ളൂ. അക്കാട്സുക്കിയോട് പോലും വലിയ ലോയൽ ഒന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കൾട്ടിനോട് മാത്രമായിട്ടുള്ള ജാഷിനോട് മാത്രമേ അദ്ദേഹത്തിന് ലോയൽറ്റി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ ടോർച്ചർ ചെയ്യുക, റിച്വലിൻ്റെ പേരിൽ കില്ല് ചെയ്യുക, ഒപ്പണൻസിനെ ടോണ്ട് ചെയ്യുക, പിന്നെ കഹാക്കൂസുമായിട്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഹിഡൻ്റെ പവേഴ്സ് ആൻഡ് ജുറ്റ്സൂസ് നോക്കാം. ഫുൾ പവർ സെറ്റ്. ഹിഡൻ മെയിൻലി നിഞ്ചിറ്റ്സോ ഗെഞ്ചിറ്റ്സോ ലോങ് റേഞ്ച് ടെക്നിക്സോ യൂസ് ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മെയിൻ പവർ എന്ന് പറഞ്ഞാൽ പ്യുവർ കേഴ്സ് ബേസ്ഡ് ഇമ്മോർട്ടാലിറ്റിയും ഫിസിക്കൽ കോമ്പാക്റ്റും ആണ്. ഒന്നാമത്തെ പവർ ഇമ്മോർട്ടാലിറ്റി. കാരണം ഹിഡാന് മരണം സാധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫോർബിഡൻ ആയിട്ടൊരു ജാഷിൻ റിച്വൽ ഉപയോഗിച്ച് ഇദ്ദേഹം ഇമ്മോർട്ടലായി മാറുകയും ചെയ്യുകയെ ചെയ്തു. ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഫാറ്റൽ വൂൺസ് ഒക്കെ ഉണ്ടായാലും പെട്ടെന്ന് തന്നെ ബോഡി റീജനറേറ്റ് ചെയ്യും. അതായത് അദ്ദേഹത്തിന് വേദന അനുഭവിക്കാം, പക്ഷെ മരണമില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ഡീക്യാപിറ്റേഷനോ വാള് വെച്ച് വെട്ടി അങ്ങ് കൊള്ളുവാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ജാഷിൻ്റെ ബ്ലെസ്സിങ് എന്ന് ഇദ്ദേഹം വിചാരിച്ചിരുന്ന ഈ അമർത്യത നീണ്ടു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അദ്ദേഹം വീണ്ടും ബലി അർപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പവർ സെറ്റ് 3 ബ്ലേഡഡ് ഷൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി വെപ്പൺ. ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മെയിൻ വെപ്പണാണ്. എ ജൈൻ്റ് ആയിട്ടുള്ള ഒരു ട്രിപ്പിൾ ബ്ലേഡഡ് ആയിട്ടുള്ള ഒരു റെഡ് കൈത്തെ ഒരു റോപ്പിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ വീശി ലോങ് റേഞ്ചിൽ അടിക്കാനും മിഡ് റേഞ്ചിൽ അടിക്കാനും പിന്നെ പെട്ടെന്ന് ബ്ലഡ് മൈനർ കട്ട്സിലൂടെ ക്യാച്ച് ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. ഇത് സത്യം പറഞ്ഞാൽ മെയിൻലി കില്ല് ചെയ്യാനായിട്ടല്ല, പക്ഷേ ബ്ലഡിനെ ഡ്രോ ചെയ്ത് എടുക്കുവാൻ സാധിക്കും. ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ ജാഷൻ റിച്വൽ പവറാണ്. സിഗ്നേച്ചർ എബിലിറ്റി എന്ന് തന്നെ പറയാം. ഡെഡ് ലിസ്റ്റ് ടെക്നിക് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആദ്യം തന്നെ അദ്ദേഹം ആ ഒരു റിച്വലിനുള്ള സ്റ്റെപ്സ് അങ്ങ് ചെയ്യും. ആദ്യം ആ ഒരു ഒപ്പോണന്റിനെ കട്ട് ചെയ്തിട്ട് അവൻ്റെ ബ്ലഡ് അങ്ങോട്ട് എടുക്കും. ആ ഒരു ബ്ലഡ് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ജാഷിൻ്റെ സിമ്പിൾ ഗ്രൗണ്ട് വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യും. ഈ ഒരു ടൈമിലാണ് അവൻ്റെ ഹിഡാൻ്റെ ബോഡി ഒരു ബ്ലാക്ക് സ്കെലിറ്റൻ ലൈക്ക് ഫോമിലേക്കാവും. അപ്പോഴാണ് ആ ഒരു കേഴ്സ് ബിഗിൻ ചെയ്യുന്നത്. ഈ ഒരു റിച്വൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിഡൻ ബിക്കംസ് എ വൂഡു ഡോൾ എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ വൂഡു എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. ഒരു പാവയുടെ ദേഹത്ത് കുത്തുമ്പം ആരാണ് മനസ്സിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇതേ സാധനം തന്നെ വരും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു റിച്വലിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മുടെ ഹിഡാൻ അവൻ്റെ കാലയിൽ കുത്തി, അപ്പോൾ ഒപ്പോണൻറ്റിൻ്റെ ലെഗ് തന്നെ പിയേഴ്സ് ആവും. അവൻ്റെ ചെസ്റ്റിൽ കുത്തി, ഒപ്പോണൻറ്റും അതുപോലെ തന്നെയാവും. അവൻ എന്തൊക്കെ ചെയ്താലും അത് തന്നെ ഒപ്പോണൻറ്റിലും സംഭവിക്കും. ബട്ട് ഈ ഒരു രീതിയിൽ ഇവന് വേദന അനുഭവിക്കാം, ബട്ട് സ്റ്റിൽ ഹീസ് ഇമ്മോർട്ടൽ ആയതുകൊണ്ട് ഇവൻ്റെ ചങ്കിലൂടെ കുത്തി ഇറക്കി കഴിഞ്ഞാൽ ഒപ്പോണൻറ്റിൻ്റെ ചങ്കിൽ കുത്തി ഇറക്കുമ്പോൾ ഒപ്പോണൻറ്റ് മരിക്കുക, ഇവൻ മരിക്കുകയില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ സെൻസ് ആയിട്ടുള്ള അസുമ സാറുടോബി. ഇനി അടുത്തൊരു പവർ സെറ്റാണ് എക്സ്ട്രീം എക്സോസിസം പവർ. അതായത് ഹിഡാന് എക്സ്പ്ലോഷൻസിനെ വിക്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഡിക്കാപിറ്റേഷനെ സർവൈവ് ചെയ്യാൻ പറ്റും, അക്കാട്സുബി ലെവലിലുള്ള അറ്റാക്സിനെ എല്ലാം തന്നെ സർവൈവ് ചെയ്യാൻ പറ്റും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ കാലും കൈയൊക്കെ പോയാലും പെട്ടെന്ന് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഹിഡാൻ്റെ വീക്ക്നെസ് നോക്കിയാലോ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ്. ഇമ്മോർട്ടൽ ആണെങ്കിൽ കൂടി കുറേ വീക്ക്നെസ് ഹിഡാനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൺ ഓഫ് ദി ടോപ്പ് ആയിട്ടുള്ള അക്കാട്സുക്കി മെമ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റാത്തത്. അതായത് ഒന്നാമത്തെ, ഇദ്ദേഹം എലൈറ്റ് ഷിനോബിയോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്ലോ ആണ്, റിയാക്ഷൻ സ്പീഡ് ടോപ്പ് ടയർ അല്ല. പിന്നെ അദ്ദേഹത്തിന് ബ്ലഡ് വേണം. ഒരു റിച്വൽ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലഡ് ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കൊല്ലുവാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, ജാഷൻ സിമ്പിളിൻ്റെ ഉള്ളിൽ നിന്നോ ഇദ്ദേഹത്തിന് ഇത്ര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറം ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ റിച്വൽ തന്നെ ബ്രേക്ക് ആകാനാണ് ചാൻസ്. പിന്നെ നോ ലോങ് റേഞ്ച് അറ്റാക്സ്. ക്ലോസ് കോമ്പാക്റ്റിൽ ഇദ്ദേഹം പുലിയാണ്, ലോങ് റേഞ്ചിൽ ഉച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവിൻസിബിൾ എന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റത്തില്ല. അതായത് അദ്ദേഹത്തിനെ ഇമ്മോബിലൈസ് ചെയ്യാൻ പറ്റും പെർമനൻ്റ്ലി. അതാണ് ഷീക്കമാരു അവിടെ ചെയ്തത്. സോ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ വീക്ക്നെസ്. ഇനി ഹിഡാൻ്റെ ഡിഫീറ്റ് എങ്ങനെയായിരുന്നു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ അദ്ദേഹം ടെക്നിക്കലി മരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ടീം 10 ഹിഡാൻ ഫോർട്ട് ചെയ്തിരുന്നത്. അതായത് ഷീക്കമാരു, ഈനോ, ചോജിയോടൊക്കെ. ഷീക്കമാരു ഇവനെ ഷാഡോ പാരലൈസിസിൽ ഒരു പിറ്റിൻ്റെ അകത്ത് എക്സ്പ്ലോസീവ് ടാക്സ് ഒക്കെ വിചാരിച്ച് ഇങ്ങനെ പാരലൈസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഹിഡാനെ അവനെ അലൈവായിട്ട് ബറി ചെയ്യുകയാണ് കാടിനുള്ളിൽ. ഇത് ഹിഡാൻ ഡിഡ് നോട്ട് ഡൈ എന്ന് തന്നെ നമുക്ക് ചോദിക്കാം. അതായത് ഇമ്മോർട്ടലാണ്, ബട്ട് അവൻ ബറി ചെയ്യപ്പെട്ടു. അവൻ സ്റ്റാർവ് ചെയ്യുന്നുണ്ടാകാം, ചക്ര ഡിപ്രൈവ്ഡ് ആയിട്ടുണ്ടാകാം, അവന് അനങ്ങുവാൻ സാധിക്കുകയില്ല, സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഷീക്കമാരും ഇടയ്ക്ക് ഇങ്ങനെ അവിടെ തന്നെ ട്രാപ്പ് ചെയ്ത് അവൻ കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയും. ഇങ്ങനെയായിരുന്നു ഒരു തരത്തിൽ ഹിഡാൻ്റെ ഡിഫീറ്റ് എൻ്റെ നാറൂട്ടോ സീരീസിൽ കാണിക്കുന്നത്. ഇനി അക്കാട്സുക്കിയുടെ പ്ലാനിൽ ഹിഡാൻ്റെ റോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാൻ പവർ തന്നെയായിരുന്നു അദ്ദേഹം. 2 ടൈൽസ് ജെഞ്ചുറിക്കിനെ അദ്ദേഹം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഒരു അസാസിനേഷൻ പവർ
പവറാണ്. പിന്നെ അസുമ സറോട്ടോവി ഒരു മേജർ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം തന്നെ. ഷീക്കമാരു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അക്കാട്സുക്കിയുടെ റെപ്യൂട്ടേഷനെ ഒരു ഫിയർ ചെയ്യാനുള്ള ഒരു കീ ക്യാരക്ടർ തന്നെയാണ് ഈ പറഞ്ഞ ഹിഡാൻ. എഴുത്തുകാരൻ ഹിഡാനെ സിംബോളിഫൈ ചെയ്തത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ബ്ലൈൻഡ് റിലീജിയൻ ആയിട്ടുള്ള ഒരു ബിലീവ് കറപ്റ്റ്നെസ്സിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇമ്മോർട്ടാലിറ്റി ഒരു കേഴ്സ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് എറ്റേണലായിട്ട് അമരത്വം കിട്ടിയാൽ അതൊരു അനുഗ്രഹമല്ല, അതൊരു ശാപമാണ്, അതൊരു ടോർച്ചറിങ് ആണെന്ന് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ നാറൂട്ടോയുടെ ഐഡിയോളജിയുടെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. നാറൂട്ടോ ബോണ്ടും എംപതിയാണ് നോക്കുന്നതെങ്കിൽ ഹിഡാൻ വയലൻസും സാക്രിഫൈസും ആണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പർപ്പസും ഇല്ലാതെ ഡേഞ്ചറും കില്ലിങ്ങിന് വേണ്ടി മാത്രമാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ അന്ത്യം എല്ലാവരുടെയും ഇങ്ങനെ ആയിരിക്കുമെന്ന് എഴുത്തുകാരൻ കാണിക്കുന്നു. ഇനി നാറൂട്ടോ സ്റ്റോറിയിൽ ഹിഡാൻ്റെ ലെഗസി വല്ലതും നോക്കുകയാണെങ്കിൽ അസുമ സറോട്ടോവിയുടെ മരണം അദ്ദേഹത്തിൻ്റെ ലെഗസിയിൽ പറയാൻ പറ്റുന്ന, അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന ഷീക്കമാരുവിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും അക്കാട്സുക്കിയുടെ ആ ഒരു ചെറിയ, അതായത് ഹിഡാൻ്റെ മരണത്തോടു കൂടി അക്കാട്സുക്കി ചെറുതായിട്ട് നമ്മൾ ലീഫ് ലെജൻഡ് നിഞ്ചാസിനെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മോസ്റ്റ് യുണീക്ക് എൻ്റയർ സീരീസിലെ പവർ സിസ്റ്റം തന്നെയായിരുന്നു ഈ പറയുന്ന ജാഷിൻ ജുത്സു. അതായത് വീണ്ടും അത് കാണിച്ചിട്ടില്ല. എനിക്കിത് കൂടുതലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ജാഷിൻ ജുത്സു എന്ന് പറയുന്നത് ഇത്രയും ഇമ്മോർട്ടാലിറ്റി വരെ കൊടുക്കുന്ന ഒരു സാധനമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ഇമ്മോർട്ടോ വീണ്ടും കാണിച്ചില്ല എന്നുള്ളൊരു എനിക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ദ ഓൺലി ഇമ്മോർട്ടൽ ക്യാരക്ടർ സ്റ്റിൽ അലൈവ് എന്ന് എനിക്ക് പേഴ്സണലിയും കാനോണിക്കലി കണ്ടതും വെച്ച് മനസ്സിലായ ഒരു ക്യാരക്ടർ ഹിഡാൻ തന്നെയാണ്. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ടൈം ലൈൻ ഓഫ് ഹിഡാൻ നോക്കുകയാണെങ്കിൽ യുഗാക്കുറയിൽ ജനിച്ചു, പീസ്ഫുൾ കൾച്ചറിനെ ഹെയ്റ്റ് ചെയ്തു, എന്നിട്ട് ജാഷൻ റിലീജിയനിൽ ചേർന്നു, മാസ് മർഡർ കമ്മിറ്റ് ചെയ്തു, ഇമ്മോർട്ടലായി, അക്കാട്സുക്കിയിലേക്ക് ചേരുന്നു, പിന്നെ കാക്കുസുമായിട്ട് പെയർ ചെയ്യുന്നു, ബൗണ്ടി ഹണ്ടറായിട്ടുള്ള ചിരിക്കുനെ കൊല്ലുന്നു, അസൂബാനെ കൊല്ലുന്നു, ടീം 10നെ ഫോർട്ട് ചെയ്യുന്നു, ഷീക്കമാരു ഡിഫീറ്റ് ചെയ്യുന്നു, കുഴിച്ചിട്ടു ജീവനോടെ, ആൻഡ് ലാസ്റ്റ്ലി ഷീക്കമാരു ഇടയ്ക്ക് കേഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഹിഡാൻ്റെ ആ ഒരു കംപ്ലീറ്റ് നാറൂട്ടോ ലൈഫ് സ്റ്റോറി നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ ഫിലോസഫിക്കലി റിച്ച് ആയിട്ടുള്ള, സൈക്കോളജിക്കലി ട്വിസ്റ്റഡ് ആയിട്ടുള്ള, സിംബോളിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഈ പറയുന്ന ഹിഡാൻ. അദ്ദേഹം എക്സ്ട്രീം ഫെയ്ത്തിനെയൊക്കെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, ഇമ്മോർട്ടാലിറ്റിയുടെ ഡേഞ്ചറിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, ബ്ലൈൻഡ് ലോയൽറ്റീനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, അക്കാട്സുക്കിയുടെ ഐഡിയോളജീനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് നിലവിൽ നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ നിന്നും സീരീസ് കണ്ടതിൽ നിന്നും വ്യക്തമായ കാര്യങ്ങൾ, ഹിഡാൻ്റെ കാര്യങ്ങളിൽ നിന്നും. ഇതേപോലെ ഓരോ അക്കാട്സുക്കി മെമ്പേഴ്സിനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് കൂടുതൽ എന്തെങ്കിലും ഹിഡാൻ്റെ കഴിവുകളെ പറ്റി അറിയുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അടുത്തൊരു അക്കാട്സുക്കി മെമ്പർ ക്യാരക്ടർ അനാലിസിസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ നെക്സ്റ്റ് വീഡിയോ.